മക്കളെ, നമുക്ക് ജസ്റ്റ് ഒരു പിക്ചർ അങ്ങ് തന്നിട്ട്, ഒരു പിക്ചർ എക്സിലും വൈയും ഒക്കെ ആയിട്ടങ്ങ് തന്നിട്ട് നമുക്കതിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഇത് സിമ്പിളായിട്ട് വെർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ABCD ആർ ഓൺ എ സർക്കിൾ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ചതുർഭുജത്തിൻ്റെ മൂലകങ്ങളെല്ലാം വൃത്തത്തിലാണ്. ആംഗിൾ A X ആണ്, ആംഗിൾ B 3Y, ആംഗിൾ C 4X, ആംഗിൾ D 2Y. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് അല്ലെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. നമ്മൾ എങ്ങനെയാണ് എക്സ് കണ്ടുപിടിക്കുന്നത്? സിമ്പിളായിട്ട് നമുക്ക് കാണാം. കാരണം എക്സ് പ്ലസ് 4X ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസിൻ്റെ ടോട്ടൽ 180 ആണ്. ഇത് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ 5 ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കാൻ സാർ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ട്രിക്ക് പറഞ്ഞുതരാം. സാറിൻ്റെ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് സാർ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. മക്കൾ ഇപ്പോഴേ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്കുകളൊക്കെ സാർ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 2 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മുകളിൽ 360 കിട്ടും, താഴെ 10 കിട്ടും. അപ്പോൾ അതേണ്ട 36 പെട്ടെന്ന് ആൻസർ കിട്ടും. 180/5 ചെയ്യണമെങ്കിൽ നമുക്ക് എന്തോരം സമയമെടുക്കും. അപ്പം നമുക്ക് ആൻസർ ആംഗിൾ എക്സ് എന്ന് പറഞ്ഞാൽ 36 കിട്ടും. 4X എന്ന് പറയുമ്പോൾ 4 × 36. അതായത് മക്കൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ABCD അല്ലെങ്കിൽ ABCDയുടെ കോണുകൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എല്ലാ ആംഗിൾസും ഇതുപോലെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എക്സ് 36 കിട്ടി, 4X എന്ന് പറയുമ്പോൾ 4 × 36. ഇതുപോലെ തന്നെയല്ലേ ഇത് 2Y-യും 3Y-യും ആണ്. അപ്പം നമുക്കറിയാം 2Y + 3Y ഇതുപോലെ തന്നെ 5Y = 180 എന്ന് കിട്ടും. അപ്പം നമുക്ക് വൈയുടെ വാല്യൂ എത്ര കിട്ടും? ഇതുപോലെ തന്നെ 36 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 2 × 36 വരും. 2 × 36 എന്ന് പറഞ്ഞാൽ 72 വരും. ഇവിടെ നമ്മൾ 3 × 36 ചെയ്യണം. അപ്പോൾ നമുക്ക് അതും കിട്ടി. വളരെ ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് വളരെ എക്സാമിനേഷന് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു എക്സാമിനേഷന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വളരെ സിമ്പിളായിരിക്കും. ഐഡിയാസ് മാത്രം മതി. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് ഉണ്ട്, എക്സ്പേർട്ട് ടീച്ചേഴ്സ് ഉണ്ട്, മക്കളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.